എൻ്റെ പേര് സന്തോഷ് എന്നാണ്. ഞാനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള കോപൈലറ്റിൻ്റെ വിത്തൗട്ട് ലൈസൻസിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള വിൻഡോസ് 10 എബോവിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള എല്ലാ എക്സൽ, വേർഡ്, പവർ പോയിന്റ് എല്ലാ പ്രോഗ്രാമുകളും നല്ലൊരു CD-യിലേക്കോ USB-യിലേക്കോ മാറ്റി വെക്കണം. എന്നതിന് ശേഷം അതിലുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള ഫയൽ അൺഇൻസ്റ്റാൾ ചെയ്യണം. ശേഷം നിങ്ങൾ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സൈറ്റിൽ ചെന്നിട്ട് ഗൂഗിൾ ക്രോമോ എഡ്ജോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സ്റ്റോറിൽ ചെന്നിട്ട് ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് കോപൈലറ്റ് എന്ന് പറഞ്ഞ് അടിച്ചാൽ നമുക്ക് കിട്ടും. ഇത് ഞാൻ മുമ്പ് നോക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ മൈക്രോ പേഴ്സണൽ ഉണ്ട്, 365 ഉണ്ട്, കോപൈലറ്റ് ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കോപൈലറ്റ് നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അത് ഫോളോ ചെയ്താൽ മതി. നേരെ വിൻഡോസ് സിയിലേക്ക് പോവുക. വിൻഡോസ് സി, ഇതിൽ കാണാവുന്ന പ്രോഗ്രാം ഫയൽസ് 86. അപ്പോൾ പ്രോഗ്രാം ഫയൽസിൽ ആദ്യം പോവാം. പ്രോഗ്രാം ഫയൽസിൽ പോയതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു ഫയൽ എടുക്കാനുണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഇവിടെ പോവാം. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ ചെന്നാൽ റൂട്ട് കണ്ടല്ലോ. റൂട്ടിൽ പോയതിന് ശേഷം ഇവിടെ ഓഫീസ് 15 ഉണ്ട്, 16 ഉണ്ട്. ഈ 16 സെലക്ട് ചെയ്യാം. ശേഷം ഇത് ഒരു വലിയ ഫയലാണ്. അപ്പോൾ അത് ഈ കഴ്സർ വെച്ചിട്ട് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം താഴേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ഫയൽ കാണിച്ചു തരും. ഓക്കെ, ഈ ഫയലാണ് OSPREARM. ഇതിനെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൺ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എന്ന് 3 തവണ അടിക്കുക. റൺ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എന്ന് 3 തവണ അടിക്കുക. ഇത് 3 തവണ അടിക്കാതിരുന്നാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, റൺ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ എന്ന് 3 തവണ അടിച്ചു കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്ക് വന്നിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് നിങ്ങളെ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ അടിക്കുക. ഇതിലിതാ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരാം, ഓപ്പൺ ആവും. ഇവിടെ ഒരു പോപ്പപ്പ് ബോക്സ് വരും. മുമ്പ് നിങ്ങൾ ഇത് ചെയ്തിരുന്നത് നെക്സ്റ്റ് പോകുമ്പോൾ ലൈസൻസ് ഒക്കെ ചോദിച്ചിരുന്നു. ഇപ്പം അത് ഡയറക്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും അടിക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും അടിക്കാം, ഏത് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ ചെറിയ ട്രിക്ക്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ആദ്യം നിങ്ങൾ പഴയ ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങളുടെ ഫയലുകൾ സേഫായി സൂക്ഷിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ സിസ്റ്റം ഞാൻ പറയുന്ന ഈ ഫയൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പഴയ ഫയൽ തന്നെ റീഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പം നന്ദി, നമസ്കാരം, താങ്ക് യു.